2023 ഒക്ടോബർ 7 ഭീകരാക്രമണത്തിനിടെ ലൈംഗിക കുറ്റകൃത്യങ്ങൾ ചെയ്തതിനാണ് ഐക്യരാഷ്ട്രസഭ ഹമാസ് ഭീകരസംഘടനയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. സാധാരണക്കാർക്കെതിരെ ഹമാസ് അഴിച്ചുവിട്ട ക്രൂരകൃത്യങ്ങൾക്ക് ഏകദേശം 2 വർഷത്തിന് ശേഷമാണ് യുഎന്നിന്റെ തീരുമാനം. ചില ബന്ദികൾ തടവിലായിരുന്ന സമയത്ത് ലൈംഗിക അതിക്രമങ്ങൾക്ക് വിധേയരായിട്ടുണ്ടെന്ന് വ്യക്തവും ബോധ്യപ്പെടുത്തുന്നതുമായ വിവരങ്ങൾ കണ്ടെത്തിയതായും യുഎൻ വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണ കമ്മീഷന് ലഭിച്ച വിശ്വസനീയമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കണ്ടെത്തലുകൾ. തടവിലായിരിക്കുമ്പോൾ ബന്ദികൾ ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള ലിംഗാധിഷ്ഠിത അക്രമങ്ങൾക്ക് വിധേയരാകുന്നുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു. ഒക്ടോബർ 7 ഇസ്രായേലിനെതിരായ ഭീകരാക്രമണത്തെ തുടർന്ന് ബലാത്സംഗത്തിന്റെയും കൂട്ടബലാത്സംഗത്തിന്റെയും ലക്ഷണങ്ങൾ കാണിക്കുന്ന നിരവധി പൂർണ്ണമായും ഭാഗികമായും നഗ്നമായ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി റിപ്പോർട്ട് വെളിപ്പെടുത്തി. ഇരകളുടെ പല മൃതദേഹങ്ങളും ബന്ധിച്ച നിലയിലും ചങ്ങലകൾ കെട്ടിയ നിലയിലുമാണ് കണ്ടെത്തിയത്. കത്തി പോലുള്ള മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ഇവരുടെ ജനനേന്ദ്രിയങ്ങളിൽ മുറിവേൽപ്പിച്ചിരുന്നു. ചില ഇരകളുടെ ജനനേന്ദ്രിയത്തിനുള്ളിൽ ആയുധങ്ങൾ തിരികെ വച്ചിരിക്കുന്നതായും കണ്ടെത്തി. ഒക്ടോബർ 7 ആക്രമണങ്ങൾക്ക് ഹമാസാണ് നേതൃത്വം നൽകിയതും ഏകോപിപ്പിച്ചതുമെന്ന് യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ സൈനിക വിഭാഗങ്ങൾ അൽ-അഖ്സ മാർട്ടിയേഴ്സ് ബ്രിഗേഡ്, പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പലസ്തീൻ, ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പലസ്തീൻ, പോപ്പുലർ റെസിസ്റ്റൻസ് കമ്മിറ്റികൾ, പലസ്തീൻ മുജാഹിദീൻ മൂവ്മെന്റ് എന്നിവയുൾപ്പെടെ മറ്റ് പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പുകൾക്കൊപ്പം ഗാസയിൽ നിന്നുള്ള സാധാരണക്കാരും ഇസ്രായേലിനെതിരായ ആക്രമണങ്ങളിൽ പങ്കെടുത്തതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ലൈംഗിക കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഗ്രൂപ്പുകളുടെ കരിമ്പട്ടികയിൽ ഹമാസിനെ ഉൾപ്പെടുത്തിയ യുഎൻ തീരുമാനത്തെ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തു. കൂട്ടബലാത്സംഗം, ജനനേന്ദ്രിയം ഛേദിക്കൽ, തടവിൽ ലൈംഗിക പീഡനം എന്നിങ്ങനെ മനുഷ്യരാശിക്ക് വെല്ലുവിളിയാകുന്ന ഏറ്റവും ഭയാനകമായ ലൈംഗിക കുറ്റകൃത്യങ്ങൾ ഹമാസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നു. യുഎൻ ഈ വസ്തുത ഔദ്യോഗികമായി അംഗീകരിച്ചതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇസ്രായേലി നയതന്ത്രജ്ഞരുടെ കഠിനാധ്വാനത്തിന് ശേഷമാണ് ഹമാസിനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഈ നീക്കത്തെ ആദ്യം എതിർത്തിരുന്നുവെന്നും ഇസ്രായേൽ ചൂണ്ടിക്കാട്ടി. 2024 തുടക്കത്തിൽ സംഘർഷത്തിലെ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചുള്ള യുഎൻ പ്രത്യേക പ്രതിനിധി പ്രമീള പാറ്റന്റെ മുൻ കണ്ടെത്തലുകളെ തുടർന്നാണ് ഹമാസിനെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.